സുവർണ കഥകളിലേക്ക് സ്വാഗതം. കാൽമോറ മെഹൽ എന്ന പുതിയ നോവലിൻ്റെ എഴുത്തിനെക്കുറിച്ച് മുഹമ്മദ് അബ്ബാസ് എഴുതിയതാണ് വായിക്കുന്നത്. ഈ നോവൽ എഴുതുമ്പോൾ ഞാൻ ആകെ ഭ്രാന്തെടുത്ത അവസ്ഥയിലായിരുന്നു. രാത്രികളിൽ എൻ്റെ തലയും നെറ്റിയും ചുട്ടുപഴുത്തു. എഴുത്ത് നിർത്തുമ്പോൾ 2:30 മണിയൊക്കെ ആവും. ചിലപ്പോൾ അത് പുലരുവോളം നീണ്ടുപോവും. 4 മണിവരെയൊക്കെ എഴുതിയിട്ട് 6 മണിക്ക് കുളിച്ചൊരുങ്ങി ജോലിക്ക് പോയ ദിവസങ്ങളുമുണ്ട്. എൻ്റെ അശാന്തമായ രാത്രികൾക്ക് തൊട്ടപ്പുറത്തെ മുറിയിൽ ഒരാൾ കൂട്ടിരുന്നു. അവളുടെ ഉറക്കം കൂടി നഷ്ടമാക്കി എഴുതി തീർത്തതാണ് കാൽമോറ മെഹൽ. ഇടയ്ക്ക് ലൈറ്റ് ഓഫാക്കി എഴുത്തു നിർത്തി ഞാൻ തല പൊത്തിപ്പിടിച്ചിരിക്കുമ്പോൾ വാതിൽ ഒച്ചയുണ്ടാക്കാതെ തുറന്ന് അവൾ എൻ്റെ അരികിലേക്ക് വരും. പൊള്ളുന്ന എൻ്റെ നെറ്റിയിൽ തണുത്ത വിരലുകളാൽ മെല്ലെ തലോടിക്കൊണ്ട് പറയും, സാരില്ല സാരില്ല. വളരെ നേർത്ത ആ ശബ്ദവും വിരലിൻ്റെ തണുപ്പും എൻ്റെ എഴുത്തുന്മാദങ്ങളുടെ ഉഷ്ണങ്ങളിലേക്ക് മഞ്ഞുതുള്ളിയായി ഇറ്റുവീണു. ആ ചുണ്ടുകൾ എൻ്റെ നെറ്റിയെ തൊടുമ്പോൾ തലയും നെറ്റിയും എൻ്റെ ഉടലാകെയും തണുക്കും. മതി എഴുതിയതെന്ന് അവൾ ഒരിക്കലും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തുടർന്നെഴുതുമായിരുന്നില്ല. ഈ നോവൽ പൂർത്തിയാവുമായിരുന്നില്ല. തൊട്ടപ്പുറത്തെ മുറിയിൽ ഒരാൾ കൂട്ടിനുണ്ടെന്ന ബോധമാണ് എനിക്ക് വാക്കുകളെ തന്നത്. രാത്രിയുടെ നിശബ്ദതയിൽ എനിക്ക് അവളുടെ നിശ്വാസം കേൾക്കാമായിരുന്നു. അപ്പുറത്തൊരാൾ പിരാന്ത് പിടിച്ചെഴുതുമ്പോൾ എനിക്ക് എങ്ങനെ ഉറക്കം വരും എന്ന അവളുടെ ചോദ്യം കൂടിയാണ് ഈ നോവലിൻ്റെ വേഗം കൂട്ടിയത്. എൻ്റെ എല്ലാ എഴുത്തുകളുടെയും ആദ്യ വായനക്കാരി ഇവളാണ്. ഗംഭീര വായനക്കാരി അല്ലെങ്കിലും വായിക്കുന്നതിനിടെ എവിടെയെങ്കിലും തടഞ്ഞു നിൽക്കേണ്ടി വന്നാൽ അവൾ എന്നോട് പറയും. അതേപോലെ സ്ഥലകാല ബന്ധമില്ലാതെ ഞാൻ എഴുത്തിൻ്റെ അന്തരീക്ഷത്തിൽ പലവിധ പൂക്കളെയും ചെടികളെയും നട്ടുപിടിപ്പിക്കുമ്പോൾ അവൾ അത് പിഴുതെറിയും. കടൽ തീരത്ത് സൂര്യകാന്തികൾ വിരിയിക്കുന്ന എൻ്റെ യുക്തിയില്ലായ്മയെ തിരുത്തുന്നതും അവളാണ്. പ്രിയപ്പെട്ടവളെ, നീയില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഉടുതുണി പോലുമില്ലാതെ ഏതെങ്കിലും തെരുവിലൂടെ അലഞ്ഞു നടക്കുന്നുണ്ടാവുമെന്ന അറിവിനെ പ്രണയമെന്ന് ഞാൻ അടയാളപ്പെടുത്തുന്നു. കരുതലായും കരുണയായും സ്നേഹമായും പ്രണയമായും രതിയായും എന്നിലൂടെ സഞ്ചരിക്കുന്ന കാലവും നീയാണ്. നീയില്ലാത്ത ഈ ഭൂമിയിലെ ജീവിതത്തെ ഭയക്കുന്നത്ര ഞാൻ മറ്റൊന്നിനെയും ഭയക്കുന്നില്ല. ഇപ്പോൾ ആ എഴുത്തുന്മാദങ്ങളൊക്കെ പിന്നിട്ട് പുസ്തകരൂപത്തിലായ ഈ നോവലിൻ്റെ ശാന്തിയിലൂടെ നിന്റെ കണ്ണുകൾ സഞ്ചരിക്കുമ്പോൾ ഞാൻ അറിയുന്നു എൻ്റെ പ്രാണൻ നിന്റെ കയ്യിലാണെന്ന്. ഒരിക്കലും വലിച്ചെറിയാനാവാത്ത വിധം അത് നിന്നിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്ന്. നന്ദി പറയുന്നില്ല. ഈ ഭൂമിയിൽ ഇനിയും ഇങ്ങനെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഉന്മാദങ്ങളും പങ്കിട്ട് നിന്നോടൊപ്പം അനന്തകാലം ജീവിക്കാൻ ആഗ്രഹിക്കുക മാത്രം ചെയ്യുന്നു. പ്രണയപൂർവം, അബ്ബാസ്. മുഹമ്മദ് അബ്ബാസിൻ്റെ എഴുത്തുകളോട് എന്നും ഇഷ്ടമാണ്. ഈ എഴുത്തിന് പ്രത്യേക ഭംഗിയും. വീണ്ടും കാണാം പ്രതീക്ഷയോടെ. നന്ദി.